നമസ്കാരം ഗുരുജി. നമസ്കാരം. എന്തായാലും ഓണമൊക്കെ വരികയാണ്. അതെ. അപ്പോൾ 26-ാം തീയതി അത്തം മുതൽക്ക് അത്തം തുടങ്ങും. അപ്പോൾ ഓണമൊക്കെ വരണമെന്ന് അതിനെക്കുറിച്ച് അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം മുതൽക്കുള്ളൊരു സംഭവമാണ്, ഒരു ഭയങ്കര ഓർമ്മകളാണ്. ഗുരുജിക്ക് എന്താണ് ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന കാര്യം? അതെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതിൽ ഗുരുജിയുടെ പല പേരുകളിൽ ഒരു പേരാണ് ഓണം ബോസ് എന്നുള്ളത്. അപ്പൊ എന്താണ് ആ പേര് വരാനുള്ള കാരണം? അതെങ്ങനെയാണ് അത് ഉണ്ടായെന്നുള്ളതിന്റെ ഒരു വിവരം ഒന്ന് പറഞ്ഞു തന്നാ. തീർച്ചയായിട്ടും. വളരെ സന്തോഷം. ഓണം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഓണം. എന്തുകൊണ്ട് എനിക്കത് ഓണത്തിന് ഇഷ്ടമാണ്? ഞാൻ ക്രിസ്മസ്, ഈദ് ഇതെല്ലാം ആഘോഷിക്കുന്ന ആളാണ്. എല്ലാം ബുദ്ധജയന്തി ഇതൊക്കെ ഞാൻ ആഘോഷിക്കും. ഓണത്തിനൊരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് വെച്ചാൽ, മറ്റതിൻ്റെ ഏതെങ്കിലും ഒരു റിലിജിയൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഇതങ്ങനെയല്ല. ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് മതഭേദമന്യേ ആർക്കും കാലദേശ വ്യത്യാസമൊന്നും നോക്കാതെ ആർക്കും എവിടെയും സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം. കാരണം അതിൻ്റെ തത്വം തന്നെ അങ്ങനെയാണ്. അതിനുള്ള അടങ്ങിയിരിക്കുന്ന ഒരു തത്വസംഹിതയുണ്ടല്ലോ, എല്ലാത്തിനും ഉണ്ട് തത്വസംഹിത. അതെ. ആ ഓണം എന്ന് പറയുന്നത് തന്നെ കള്ളവുമില്ല, ചതിവുമില്ല, എല്ലോളമില്ല, പൊളിവചന. ഇതിൽ കൂടുതൽ എന്ത് വേണം മനുഷ്യന്റെ ജീവിതത്തിൽ? ഇതാണ് ഓണം. നമ്മൾ മറ്റേത് ഓണം ഉണ്ണുക, വലിയ ഡ്രസ്സ് ധരിക്കുക, അത്തപ്പൂ ഇടുക, അത് വേറൊരു കാര്യം. മനസ്സിലായി. അതൊക്കെ നമുക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു തത്വസംഹിതയുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഓണം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും, വലിപ്പച്ചെറുപ്പമന്യേ എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ കയറി പിടിക്കാൻ, എനിക്ക് ഓണം ബോസ് എന്നൊരു പേര് വരാൻ കാരണം ഒന്നുകൂടെ ചോദിച്ചല്ലോ. അതെ. ഓണം ദിവസം വരെ ഞാൻ ദുബൈയിലുണ്ടായിരുന്നപ്പോഴേ, അതായത് 1992 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 1992 അവിടെ ഇങ്ങനെ നമുക്ക് ഇന്ത്യക്കാർക്ക് മൊത്തം പേരുദോഷം വരുന്ന ഒരു സംഭവം അവിടെ നടന്നു. അവിടുത്തെ ഒരു അസോസിയേഷൻ ഒരു ഡ്രാമ അരങ്ങേറി. അത് അവിടുത്തെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നായിരുന്നു. അതിനവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരൊക്കെ ജയിലിലിടുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് പല സിന്ധി, ഗുജറാത്തി, മറാഠി, അങ്ങനെ പല ഫ്രണ്ട്സും ക്ലയൻസും ഒക്കെ ഉണ്ട് ദുബൈയിൽ. അവർക്ക് ഇങ്ങനെ പറയുകയുണ്ടായി, ക്യാ ബോസാ, എന്താണ് ബോസാർ, നമ്മളെ പോലെ എല്ലാവർക്കും പേരുദോഷമായല്ലോ ഇങ്ങനെ. അപ്പം ഞാനൊരു കേരളക്കാരനാണല്ലോ, ആ ഒരു രീതിയിൽ നമ്മുടെ കേരളക്കാരാണ് അവിടെ ഈ ഡ്രാമ നടത്തിയത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി, ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ, ഒന്ന് മാറ്റിക്കൊടുക്കണം, നമുക്കൊരു നല്ല സംസ്കാരം ഉണ്ടെന്ന് ജനങ്ങളെ അറിയിക്കണം. അതെ. അങ്ങനെയാണ് 1992 ഞാൻ എൻ്റെ 1-2 അടുത്ത സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയും, അതുകൊണ്ട് നമുക്ക് ഓണം വിപുലമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചു 92. അപ്പോൾ അവിടെ അന്ന് ഹിന്ദു എന്ന് കേട്ടാൽ തന്നെ ഒരു വല്ലാത്ത ഇതായിരുന്നു. അവിടുത്തെ ലോക്കൽ അങ്ങനെ ആയിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു. ഗൾഫ് നാടുകളിലൊക്കെ ഹിന്ദു അല്ലെങ്കിൽ നമ്മുടെ പ്രതിമകൾ, ഇപ്പൊ ഗണപതി അല്ലെങ്കിൽ അയ്യപ്പൻ, മുരുകൻ, ദൈവത്തിന്റെ ഏതെങ്കിലും പ്രതിമ കൊണ്ടുപോവുക, ഇതൊക്കെ അന്ന് അലൗഡ് അല്ലായിരുന്നു 92 വരെ. അപ്പൊ ഞാൻ ഓണം നടത്തണമെന്ന് വെച്ചപ്പോൾ ഒരു ലോയർ കൂടെ ആയതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും അറിയാം. അവിടെ പല കോണ്ടാക്ട്സ് ഉണ്ട്, നിയമത്തെ പറ്റി അറിയാം, ഇതൊക്കെ അവിടെ വർജ്യമാണെന്നും എനിക്കറിയാം. അപ്പം ഞാൻ അവിടുത്തെ ലോക്കൽസുമായിട്ട് പലരുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയാണ് ഓണത്തെപ്പറ്റി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇതാണ് ഓണം, എനിക്കിതിവിടെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ ഒരു തെറ്റങ്ങനെ ചെയ്യുമെന്നുള്ള അവർക്ക് മനസ്സിലില്ല, എനിക്കറിയാതെ. അവരെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോകാനുള്ളൊരു എനിക്കില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതുപോലെ ഓണത്തിന് ഇന്നതൊക്കെ ഉണ്ട്, വിളക്കുണ്ട്. അപ്പോൾ 2 വിളക്ക് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു, വലിയ ഹൈറ്റുള്ള വിളക്ക്. അതൊക്കെ പോലും അവിടെ ഇറക്കി പോകണമെങ്കിൽ, അന്ന് ഇറക്കണമായിരുന്നെങ്കിൽ എനിക്ക് കസ്റ്റംസിന്റെ പ്രത്യേക പെർമിഷൻ വേണമായിരുന്നു. ഞാൻ അതുപോലും എടുത്തു. ആ സമയം അങ്ങനെയാണ്. വിളക്കെന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ ആണെന്നാണ് ഞാൻ പറയാൻ സാർ. പിന്നെ ഞാൻ കളറിപ്പയറ്റ് 1992 അവിടെ കൊണ്ടുവരണം. എൻ്റെ മനസ്സിലൂടെ നിങ്ങൾക്ക് തോന്നുകയാണ്, കളറിപ്പയറ്റ് കൊണ്ടുവരണം, ചെണ്ടമേളം കൊണ്ടുവരണം, ഡാൻസ് ട്രൂപ്പിനെ കൊണ്ടുവരണം, ഇതെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ കളറിപ്പയറ്റൊക്കെ ഇറക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെല്ലാം നേരത്തെ തന്നെ
അവിടുത്തെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ക്ലിയറൻസും എടുത്ത് എന്റെ നേതൃത്വത്തിൽ തന്നെ കളരിപ്പയറ്റ്, കാര്യം ഇത് ലൈവ് സാധനങ്ങളാണല്ലോ ഇതെല്ലാം. അതെ അതെ, വെപ്പൺസ് ആണല്ലോ, അതവിടെ അലൗഡ് അല്ല. അപ്പൊ ഞാൻ അവിടുത്തെ കസ്റ്റംസിലൊക്കെ ബന്ധപ്പെട്ട് ഞാൻ തന്നെ എന്റെ നേതൃത്വത്തിൽ തിരിച്ചു കൊണ്ടുപോയിക്കോളാം അങ്ങനെ അവിടെ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കളരിപ്പയറ്റൊക്കെ ചെയ്തത്. അപ്പോൾ ഓണം ഇങ്ങനെ അന്ന് നമ്മൾ മനസ്സിൽ വന്നതാണ് 4000 പേരെന്നുള്ളത്. എന്റെ മനസ്സിൽ തന്നെ തോന്നി 4000 പേർക്ക് സദ്യ. അതുവരെ അവിടെ അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടില്ല ഇതുപോലെ പബ്ലിക് ഓണം. പക്ഷെ മനസ്സിൽ തോന്നി 4000 പേർക്ക് സദ്യ. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാ സെപ്റ്റംബർ 9 ആണെന്നാണ് എനിക്ക് തോന്നൽ. അന്നത്തെ ഓണം നമ്മൾ എല്ലാം റെഡിയായി. ഓണത്തിന് 2 ദിവസം മുമ്പ് കൊണ്ട് എന്നെ CID വിളിക്കുന്നു അവിടുത്തെ വരണം കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ ഒന്നുമില്ലല്ലോ. ഇത്രയും കാലം ഞാൻ എത്രയാണ് 1977 മുതൽ 1992 വരെ അവിടെ ജീവിച്ച ഒരാളാണ് ഞാൻ. അതെ, ഓക്കെ. ഈ വക്കീൽ പട്ടവും കെട്ടി. അപ്പൊ എനിക്കറിയാം ഇത് തന്നെയാണ്, വേറെ ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാനില്ല. ഇതുവരെ അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചെല്ലുന്നു, അവരെന്നെ ചോദ്യം ചെയ്യുന്നു. ലാസ്റ്റില് ഓണം നടത്താൻ പാടില്ല എന്ന് പറയുന്നു. കാരണം അവിടെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു, ഓണം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ഫെസ്റ്റിവലാണ്. അപ്പൊ ഹിന്ദുസ് അവിടെ പ്രചരിപ്പിക്കാനാണ് ഞാൻ ഓണം നടത്തുന്നത് എന്നുള്ള ഒരു കംപ്ലൈന്റ് അവർക്ക് ഇൻ റൈറ്റിംഗ് അവർക്ക് അവിടെ ഉണ്ട്, നിലവിലുണ്ട് കംപ്ലൈന്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓണം അങ്ങനെയല്ല, ഓണം ഞങ്ങളുടെ കേരളക്കാരുടെ സ്വത്താണ്, ഞങ്ങളുടെ അഭിമാനമാണ്, ഇത് എല്ലാവരും കൂടെ ചേരുന്ന ഒരു ഇതാണ്, അവിടെ ജാതി മത ഭേദമില്ലാതെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണിത് ഓണം. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. കാരണം ഒരു പുതിയ ഇതല്ലേ, അന്ന് അവിടെ ഹിന്ദുസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് രാജ്യമാണല്ലോ. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതാണ് ആ റിലീജിയനെ. എന്നെ അത് എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും അതിനൊക്കെ വണങ്ങി ജീവിക്കുന്ന ആളാണ്. അതിനെ എതിർക്കാനും ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, ഹിന്ദുവിസം പരത്താനും അല്ല ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സ്വത്താണിത്. ഏത് ഓണം, ഓണം അതിനെ എല്ലാവരും ഒന്ന് വിളിച്ചറിയിക്കും. ഇതേ ഉള്ള എന്റെ മലയാളികളുടെ സ്വത്താണ്. ഓക്കെ. അപ്പോ എങ്ങനെയോ അപ്പോൾ ഈ ന്യൂസ് അങ്ങ് വരുന്നു. ഞാൻ നാച്ചുറലി പോലീസ് വിളിക്കുന്നതും ഇതൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ തന്നെ ഒരു 100-500 ആൾക്കാർ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ ഇതങ്ങ് വെളിയിലായി. ഈ ഓണം നടക്കില്ല എന്നുള്ള ഒരു കിംവദന്തി അങ്ങ് പറഞ്ഞു അവിടെ. ഇതൊരു കാരണവശാലും നടക്കത്തില്ല, ഇത് ബോസിന്റെ ഒരു മറിമായമാണ്, തട്ടിപ്പാണ്. അപ്പൊ അന്ന് എന്നെ എയർപോർട്ട് ബോസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ. അപ്പൊ കുത്താൻ നല്ല സൗകര്യമാണല്ലോ, അറിയപ്പെടുന്ന ആളാണല്ലോ കുത്തേണ്ടത്. അപ്പൊ ഇതെങ്ങനെങ്കിലും പൊളിച്ചു കാണണമെന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. പക്ഷെ എങ്ങനെയോ ദൈവാധീനം എന്ന് ഞാൻ പറയും, നമ്മുടെ ദിവസം വന്നു, എല്ലാം അവിടെ എത്തി, പരിപാടി തുടങ്ങുന്നു. അപ്പൊ 4000 പേർക്കാണ് സദ്യ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം കൂടെ 500-700 ആൾക്കാരുണ്ട്. അൽനാസർ ലഷ്ലാൻ എന്ന് പറയുന്ന അവിടെ അറിയപ്പെടുന്ന ഒരു ബൃഹത്തായ ഒരു സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത്. അത് വളരെ പ്രസിദ്ധമാണ്. അവരുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് താനും, മനസ്സിലായി. പക്ഷെ ആൾക്കാരിങ്ങനെ പറഞ്ഞു വരുത്തി ഇത് നടക്കത്തില്ല, തട്ടിപ്പാണ്, ബോസിന്റെ തട്ടിപ്പാണ്. എന്നാലും നമ്മൾ കാശങ്ങനെ ആരുടെ നിന്ന് പിരിക്കുന്നില്ല, ഇതൊക്കെ കൂടുതലും എല്ലാം ഫ്രീ ആണ്. അന്ന് വെച്ചിരിക്കുന്നത് 10 രൂപയാണ് വെച്ചിരിക്കുന്നത്. 10 രൂപ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഫ്രീ കൊടുക്കാൻ ടിക്കറ്റ്സ് എല്ലാം. മനസ്സിലായി. ഇങ്ങോട്ട് പോയി ടിക്കറ്റ്സ് എല്ലാം കോംപ്ലിമെന്ററി ആണ്. എന്തിനേറെ പറയുന്നു, 8 മണിയായി, 9 മണിയായി, 10 മണിയായി, ആൾക്കാർ വരുന്നില്ല. ഓക്കെ. ഇപ്പം എൻ്റെ 1-2 സുഹൃത്തുക്കളെ പറഞ്ഞ് നമ്മൾ ചതിക്കപ്പെട്ടല്ലോ, വഞ്ചിക്കപ്പെട്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ 4000 പേർക്ക് വെച്ച ആഹാരം എന്ത് ചെയ്യും, വേസ്റ്റ് ആകുമല്ലോ. അപ്പം എനിക്ക് വളരെ ധൈര്യമുള്ള ഒരാളാണ് ഞാനിപ്പോൾ വിശ്വാസമുണ്ട് എനിക്ക് ഓരോ കാര്യത്തിലും. ഞാൻ പറയും സാരമില്ല, നമുക്കൊരു 4-5 പ്രാവശ്യമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും പേരില്ലേ, കയറി ഇറങ്ങി ഉണ്ണാം നമുക്ക് എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ചെണ്ടക്കാരെ കൊണ്ട് ആദ്യത്തെ പരിപാടി ഇതാണല്ലോ, 8 മണിക്ക് തുടങ്ങിയതാണ്, ചെണ്ട കൊട്ടു. ഞാൻ വെളിയിൽ ഇറങ്ങി ചെണ്ട കൊട്ടാൻ പറഞ്ഞു. എന്തിനേറെ പറയുന്നു, 11 മണിയായപ്പോഴത്തേക്ക് തൃശ്ശൂർ പൂരമായിരുന്നു അവിടെ. അതെ, മോർ ദാൻ 11,000 പീപ്പിൾ. ലഷ്ലാൻഡ് വന്നു, ഇടിച്ച് മറിഞ്ഞ് ഡോർസൊക്കെ ഞങ്ങൾ ക്ലോസ് ചെയ്തു. പിന്നെ 4 മണിക്കാണ് ഡോറൊക്കെ തുറന്ന് പല ഇറക്കി വിടാനുണ്ടായത്. അപ്പോൾ വന്നവർക്കെല്ലാം നമ്മൾ ഈ 4000 പേർക്കെന്ന് പറഞ്ഞാൽ 4500 പേർക്കൊക്കെ എപ്പോഴും സദ്യ റെഡിയാണ്. അത് കഴിഞ്ഞ് ബാക്കി ഉള്ളവർക്കെല്ലാം ഞങ്ങൾ രാത്രി 8-9 മണി വരെ അവിടെ പച്ചരിച്ചോറ് എടുത്ത് ഒരു സാമ്പാറും വെച്ച് പേപ്പർ പ്ലേറ്റിൽ ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തു. കഴിച്ചവരെല്ലാം വളരെ പ്രസാദമായിട്ട് കഴിച്ചിട്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ എൻ്റെ
മനസ്സിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നി, പിന്നെ എനിക്ക് തോന്നി ഒരു പക്ഷെങ്കിൽ ഇത് ഞാൻ അടുത്ത പ്രാവശ്യം നടത്തിയില്ല എങ്കിൽ പേടിച്ച് നടത്താതിരിക്കുകയാണ്, ഇതെങ്ങനെയോ അങ്ങ് നടന്നു എന്ന് അവരുടെ മനസ്സിൽ തോന്നുന്നു. അതും ശരിയല്ലല്ലോ. അതെ, നമ്മളെ ഒരു വെല്ലുവിളിക്കുന്ന ഒരു രീതിയായിട്ട് വരും. ഞാൻ ഓണം 93 അങ്ങ് ഡിക്ലെയർ ചെയ്തു. ഈ 92-ല് നടത്തിയത് ഒരു ഫ്ലൂക്ക് ആയിട്ട് കണക്കാക്കാൻ 93 ഡിക്ലെയർ ചെയ്തു. 93 മോർ ദാൻ 15,000 ആൾക്കാർ വന്നു. ഓക്കെ, 94 ചെയ്തു, 95 ചെയ്തു. അതായത് 94-ൽ എനിക്ക് തോന്നുന്നത് ഉർവശി ശോഭനയായിരുന്നു അവിടുത്തെ അന്നത്തെ അട്രാക്ഷൻ. 95-ല് ഹെമാമാലിന്യാണ് ടീമായിരുന്നു. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. എങ്കിലും ഒരു വർഷം എനിക്ക് വളരെ ലോസ് ഉണ്ടായി. ഇതുപോലെ ഈ കിംവദന്തിയൊക്കെ വന്ന് നടക്കത്തില്ല എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. രണ്ട് പ്രാവശ്യം നടന്നു, ഈ പ്രാവശ്യം നടക്കത്തില്ല എന്നുള്ള പറയുന്ന ആൾക്കാരുണ്ട്. ഒരു വർഷം ഇതുപോലെ വന്ന് നമ്മുടെ സ്പോൺസേഴ്സ് ഒക്കെ അത് തരാതെയായി. എനിക്ക് ഏകദേശം 1.5 മില്യൺ ദിർഹംസ് അന്ന് എനിക്ക് നഷ്ടം വന്നു. എൻ്റെ കയ്യിൽ നഷ്ടമെന്ന് ഞാൻ ഇത് ലാഭത്തിന് നഷ്ടത്തിന് ചിലവാക്കുകയല്ല. അപ്പം എന്നെ ഇത് തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഒരു സ്റ്റേജ് ഷോയോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇതിനകത്ത് ഒരു നയാ പൈസ കൂടുതൽ ഇപ്പം സ്പോൺസർഷിപ്പിൽ വന്നത് ചാരിറ്റിക്ക് കൊടുക്കത്തേ ഉള്ളൂ, നമ്മൾ ആരും എടുക്കത്തില്ല. ഇനി കുറവ് വന്നാൽ എൻ്റെ സ്വന്തം കയ്യിൽ നിന്നായിരിക്കും ചിലവാക്കുന്നത്, നിങ്ങൾ ആരും അതിനകത്ത് പാവമാക്കണ്ട. ഇത് ഞാൻ ആദ്യമേ വിളിച്ച് പറഞ്ഞ കാര്യമാണ്, ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് വന്നു, ഞാനതൊക്കെ നികത്തി. എനിക്ക് ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് അതല്ല. അപ്പോഴങ്ങനെയാണ് എനിക്ക് ഓണം ബോസ് എന്ന് പേര്. അവിടെ പിന്നെ ആൾക്കാർ എന്നെ ഓണം ബോസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ 2 വർഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 വർഷം കേരളത്തിൽ നടത്തി. ഒരു വർഷം ട്രിവാൻഡ്രം ക്ലബിലും അടുത്ത വർഷം ശ്രീമൂലം ക്ലബിലും സമൂഹ വിവാഹത്തോടു കൂടി, അതായത് നമ്മുടെ ഓർഫനേജിൽ നിന്നുള്ള അന്തേവാസികൾ കുട്ടികളുടെ, അതായത് ഈ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടും പിന്നെയും നടത്തി. അതായത് 1995-ല് മോർ ദാൻ 25,000 ആൾക്കാർ വന്നു. ഓണം കാർ റാലിയും നടത്തി. ഓണം ഇന്റർനാഷണൽ കാർ റാലി അവിടെ നടത്തുന്നത് ദുബായിൽ. കാര്യം അതുപോലെ സപ്പോർട്ടുണ്ട്. ഇതൊരു കൊച്ചു കാര്യമല്ല. ഓണം കാർ റാലിയൊക്കെ അവിടെ നടത്താൻ ചെറിയ കാര്യമല്ല. അതുപോലെ നമുക്കവിടെ ലോക്കൽ സപ്പോർട്ടുണ്ട്. നമ്മളെ നല്ല വിശ്വാസമുള്ള അറിയുന്ന ലോക്കൽസ് ഉണ്ട് അവിടെ. എങ്കിലേ നടത്താൻ പറ്റും, അല്ല നമുക്ക് നടത്താൻ പറ്റത്തില്ല. അപ്പൊ ഇത് വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല ആരെയും. പക്ഷെ ഇത് നടത്തണം. ഓണം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതെ, ഓണത്തിന് അവിടെ ഇതില്ലായിരുന്നു. ഏതൊരു സമയത്ത് അതിന് പെർമിഷൻ ഇല്ലായിരുന്നു ഇതുപോലെ നടത്താൻ. ആരും അത്രയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ഒരു ഭയമായിരുന്നു അവിടെ. അതായത് ഹിന്ദുസിനെതിരാണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവിടെ എല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹിന്ദുസിനെ ആർക്കും എതിർപ്പില്ല. അവിടെ കടകൾ ഉണ്ട് ധാരാളം. നമ്മുടെ പ്രതിമകളൊക്കെ കൊണ്ട് വിൽക്കുന്ന കടകൾ അവിടെ ഉണ്ട്. മനസ്സിലെല്ലാം പഴയ ആൾക്കാർ. ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല, വിഷുവിനും ദീപാവലിക്കും എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അവിടെ നല്ലപോലെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ആൾക്കാർ എന്നെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി എന്നെ ഓണം ബോസ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് ആ പേര് വന്നത്. അതെ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓണം. ഞാൻ പറയുന്നത് എല്ലാവരും അതിൻ്റെ അന്തസത്ത നമ്മൾ അറിയണം. പാട്ടും ഡാൻസും കൂത്തും ഊണും മാത്രമല്ല, അത് വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂടെ എന്തിനാണ് ഓണം, ഇത് ആൾക്കാർ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? അതായത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം ഓണത്തെപ്പറ്റി. ചതിയും വഞ്ചനയും ഒന്നും ഇല്ലാതെ ഒരു കാലം ഉണ്ടായിരുന്നു, മഹാബലി തമ്പുരാന്റെ ഭരണം വരെ. ഓക്കെ, അതിനെ തച്ചുടച്ചു വാമനൻ വന്നു. വാമന അവതാരം എന്നാണ് പറയുക. വാമനൻ, അതായത് കള്ളവും ചതിയും എല്ലാം കൊണ്ടാണ് വാമനൻ 3 സ്ഥലം മഹാബലിയോട് ചോദിക്കുന്നത്. അതായത് ക്ഷത്രിയനായ വാമനൻ ബ്രാഹ്മണ വേഷം ധരിച്ച് ഒരു കുള്ളനായിട്ട് വന്ന്, അതായത് യാതൊരു സംശയവും മഹാബലിക്ക് മഹാബലി ചക്രവർത്തിക്ക് ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലാണ് അദ്ദേഹം വരുന്നത്. മഹാബലിയുടെ ഭരണകാലം വരെ ബ്രാഹ്മണർ മാത്രമേ ഉള്ളായിരുന്നു. ബ്രാഹ്മണർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ജാതി ബ്രാഹ്മണരല്ല, ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനമുള്ളവർ, സൃഷ്ടികർത്താവിനെ അറിയുന്നവർ, മനസ്സിലായി, അവരാണ് ബ്രാഹ്മണർ. പക്ഷെ അതെല്ലാം വാമനാവതാരത്തോടുകൂടി മാറിപ്പോയി. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് ഒരു ജാതിയാക്കി, അല്ലെങ്കിൽ ഒരു നിറമാക്കി, വർണ്ണമാക്കി ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രം, ബാക്കിയുള്ളവരെല്ലാം പൂണുനൂൽ ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ബ്രാഹ്മണർ, അവരെല്ലാം ശൂദ്രരാണ്, തൊട്ടുകൂടാൻ പാടില്ലാത്തവരാണ്. ഇതെല്ലാം വാമനാവതാരത്തിന് ശേഷമാണെന്നുള്ളത് നമ്മൾ ആൾക്കാർ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കാൻ തന്നെയാണ് എൻ്റെ പുറപ്പാടും. ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം ഇതിനു വേണ്ടി. അപ്പം നമുക്ക് നമ്മുടെ ആദ്യകാലത്തിലേക്ക് തിരിച്ചു പോകണം. അത് നമ്മൾ സത്യയുഗം എന്ന് പറയത്തില്ലേ, സത്യയുഗം, കലിയുഗം, ഈ 2 യുഗത്തിനെ ഞാൻ അംഗീകരിക്കുന്നുള്ളൂ. എൻ്റെ ഇതിൽ ത്രേതായുഗവും ദ്വാപരയുഗവും ഒന്നുമില്ല. അതൊക്കെ ഇടക്കാലത്ത് ആൾക്കാരുണ്ടാക്കിയതാണ്. നന്മയും തിന്മയും ഉണ്ട്.
ജീവിതത്തിലുണ്ട്. അതുപോലെയാണ് സത്യയുഗമെന്നും കലിയുഗമെന്നും പറയുന്നത്. ഇപ്പൊ കലിയുഗം മാറുകയാണ് എൻ്റെ ഇതിൽ. അതിനാണ് ബ്രഹ്മദേവൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഇതുപോലെ ശ്ലോകം തന്നെ സ്വല്പം മാറ്റം ഞാൻ വരുത്തി. അതായത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി പ്രപഞ്ചഃ അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ബ്രഹ്മദേവൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സംസ്കൃതം മനസ്സിലായില്ല. മറ്റേ ഈ ശ്ലോകത്തിലുണ്ടായിരുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഇത് ഭാരതത്തിൽ എന്നുള്ളത് നമ്മൾ ഇത് മാറ്റി പ്രപഞ്ചമാക്കി. മനസ്സിലായി. ഇപ്പൊ ശ്രീകൃഷ്ണൻ അല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെല്ലാം വിളിക്കുന്ന രീതിയിൽ അദ്ദേഹം അവതരിക്കുന്ന സമയത്ത് ഭാരതത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം നിന്നത്. ബ്രഹ്മദേവൻ അങ്ങനെയല്ല, പ്രപഞ്ചത്തിന് വേണ്ടിയാണ്. മനസ്സിലായി? അവിടെ ഇവിടെ അനീതി കൂടി വരുന്നു, യാതൊരു സംശയവുമില്ല. അതിനാണല്ലോ കലികാലം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഹനിക്കാനും നമ്മുടെ നല്ല കാലം വീണ്ടെടുക്കാനും ബ്രഹ്മദേവൻ ഇത് അവതരിച്ചിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആദ്യകാലത്തിലേക്ക് സത്യയുഗത്തിലേക്ക് പോകും. അതിൻ്റെതാണ്. ഇപ്പൊ ചിലരോട് ചോദിച്ചിട്ടുണ്ടോ സത്യയുഗം ഒന്നും കാണുന്നില്ലല്ലോ ഇതൊക്കെ പറയുന്നത്. അത് സമയമെടുക്കുമല്ലോ. അത് നമ്മുടെ സമയത്തോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമയത്തോ നടക്കണമെന്നില്ല. അതിനൊക്കെ സമയമെടുക്കും. പക്ഷെ അത് നടന്നിരിക്കും. ക്ലിയർ ആണ്. വളരെ നന്ദി.